ഹലോ, ഞാൻ സുനി സജി, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോൻട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. യേശു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ലോകത്തിൻ്റെ രക്ഷകൻ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി, ലോകരക്ഷകൻ, പിതാവായ ദൈവത്തിൽ നിന്ന് അയക്കപ്പെട്ടവൻ. ലോകത്തിൽ ഒരു മതത്തിൻ്റെ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന്. അപ്പോൾ എന്നിൽ കൂടെ അല്ലാതെ ആർക്കും സ്വർഗീയ പിതാവിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ലെന്ന് എല്ലാ മതക്കാരും പറയും. ഒരേ ഒരു ദൈവമുള്ളൂ, ദൈവം ആത്മാവാണ്, അത് അംഗീകരിക്കാത്ത ആരുമില്ല. ആ പിതാവായ ദൈവത്തിയിട്ട് എത്താനുള്ള വഴി ഞാനാണെന്ന് പറഞ്ഞ് വേറെ ലോകത്ത് ആരുമില്ല. ലോകത്തിൽ ഒരേ ഒരു മഹാ അത്ഭുതമുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. നമ്മളെല്ലാവരും ലോകം അംഗീകരിക്കാത്ത ഒത്തിരി പേരുണ്ട് യേശുക്രിസ്തുവിനെ. പക്ഷെ അവർ ക്രിസ്തു വർഷം ഫോളോ ചെയ്യണേ. അപ്പോൾ ലോകത്തിലെ ആ മഹാ അത്ഭുതത്തിൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയണേ. ആ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, യേശു എന്ന് പറഞ്ഞാൽ താടി മുടിയോടെ ഡാവിഞ്ചി വരച്ച പടമല്ല. യോഹന്നാൻ 1-ാം അധ്യായം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവൻ മുഖാന്തര സകലതും ഉളവായി. അത് ഓർക്കണം കേട്ടോ. ആ വചന മുഖാന്തര സകലതും ഉളവായത് നമ്മുടെ ജീവിതത്തിലും വചന മുഖാന്തര സകലതും ഉളവാകും. നമ്മളപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയം വയ്ക്കുക. ദൈവം എന്നാണ് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്, എന്താണ് തിരുവായിൽ കൂടി മൊഴിഞ്ഞത്, അത് നമ്മൾ ഏറ്റെടുത്താൽ മതി, നമ്മളോടുള്ള വാഗ്ദത്തം. അപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭ്രമിച്ച് നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ ഞാൻ നിന്നെ താങ്ങും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം ആ സമാധാനം നമുക്ക് വന്നെ. വചനത്തിൽ ആശ്രയം വയ്ക്കുക, അത് നമ്മളെ ശുദ്ധീകരിക്കും, മാനസാന്തരത്തിലൂടെ കൊണ്ടുപോകും, നമ്മുടെ ജഡ സ്വഭാവത്തെ മരിപ്പിക്കാൻ സഹായിക്കും. നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മളൊരു മനുഷ്യനാകും, ഗുഡ് ക്യാരക്ടറാകും, യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ പരിശുദ്ധാത്മാവും നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ വചനം അത്ര മനോഹരമാണ്, നമ്മളെ ശുദ്ധീകരിക്കാനും നമ്മളെ ഒരു നല്ല മനുഷ്യരാക്കാനും. എന്ത് മുതലുണ്ട്, എന്തുണ്ടായിട്ടല്ല നമ്മളൊരു നല്ല മനുഷ്യരായിട്ട് ജീവിച്ചില്ലെങ്കിൽ എന്താണ് കാര്യം? എന്നോട് തന്നെ ദൈവം സംസാരിക്കണേ കേട്ടോ. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. അപ്പോൾ ഇന്നത്തെ മുടിയുടെ ആണ് ഇട്ടേക്കണത്. നമ്മുടെ ബ്യൂട്ടി പാർലർ 25% എല്ലാത്തിലും ഓഫറുണ്ട് കേട്ടോ. നമ്മളൊരു 40 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും പറയും, ഇനി ഈ പ്രായമായപ്പോൾ എന്തിനാ ഇനിയാണ് ചെയ്യേണ്ടത് ഫേഷ്യലൊക്കെ. 35 കഴിയുമ്പോഴും അതിന് 30 താഴെയുള്ളവരൊക്കെ ക്ലീനപ്പ് ചെയ്താൽ മതി ഫേസ്. അപ്പം നമ്മളൊന്ന് ഫേഷ്യൽ ചെയ്ത് ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിച്ചാൽ നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നവരെ കണ്ടറിയാം, ഫേഷ്യൽ ചെയ്യാത്തവരെയും കണ്ടറിയാം. അവരുടെ സ്കിൻ അപ്പടിയും ബ്രൗൺ സ്പോട്ട്, അത് ഇത് ചുളുവ, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ 10 പവൻ്റെ മാല ഇട്ടിട്ട് ഒന്നും ഒരു കാര്യമില്ല. മുഖത്തേട്ട് ഞാനിപ്പോൾ സ്വർണ്ണ കച്ചവടക്കാരിയാണ്, തുണിക്കച്ചവടക്കാരിയാണ്, തുണിയിലും ഇതിലും ഒന്നുമല്ല. ഈ ഫോറിനേഴ്സ് എപ്പോഴും ഏറ്റവും അധികം കാശ് മുടക്കുന്നത് അവരുടെ സ്കിന്ന്, ഹെയർ ദൈവം കൊടുത്തതിനാണ്. ദൈവം കൊടുത്തതിന് പകരം മാറ്റിവെക്കാൻ ഒന്നുമില്ല. അപ്പം നമ്മുടെ ഹെൽത്ത് അപ്പോൾ എപ്പോഴും ഓർത്തോണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ കണ്ടു, എന്ത് ചേഞ്ച്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എങ്ങനെ നീ ഇങ്ങനത്തെ ഭംഗി വെച്ചു എന്ന് ചോദിച്ചപ്പോൾ ABC ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് കഴിച്ചു നോക്കിക്കേ. അപ്പം നമ്മുടെ ഹീമോഗ്ലോബിൻ കയറിയാൽ തന്നെ നമുക്ക് ഭയങ്കര ഗ്ലാമർ വയ്ക്കും. മുടിക്കും നല്ലതാണ്. മുട്ട കഴിക്കുക, ഇലക്കറി കഴിക്കുക, അതൊക്കെ ഒരു സൗന്ദര്യത്തിന് വേണ്ടിയാണെന്ന് ഓർത്താൽ നമ്മൾ കഴിക്കും. അത്രയും മുട്ടയൊക്കെ ചിക്കുക, ഇലക്കറിക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനെയൊക്കെ കഴിക്കുക. ഫുഡ് നന്നായിട്ട് D3. ഞാനിപ്പോൾ കടയിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലും D3യുടെ അത് നോക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം D3യുടെ ലെവല്. അതനുസരിച്ച് D3 ഫോളോ ചെയ്യുക. വൈറ്റമിൻ C കഴിക്കുക, സിങ്കോ വൈറ്റമിൻ, ഇതെല്ലാം കൂടെ ഒറ്റ ദിവസമല്ല, ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമ്പോൾ ഓരോ വിറ്റാമിൻ ഗുളികയൊക്കെ കഴിക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോസ് കാണാം. അപ്പോൾ അതിമനോഹരമായ വീഡിയോസ് കാണുക. 4 മണിക്കൂർ വേണം ഹെയർ ട്രീറ്റ്മെൻറ്റിന്. ഒരു 10 മണിക്ക് വന്നാൽ 1 മണിക്കൊക്കെ തീരും. അപ്പോൾ ഒരു 1 മണിക്കെങ്കിലും മന്നം, എന്നാലും വൈകുന്നേരം ആകുമ്പോൾ തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുവരാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വീഡിയോസ് കാണും. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. നിങ്ങൾ ഈ ഹെയർ മേക്ക് ഓവറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല, ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും, അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടല് ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിക്സ്, അതല്ലേ ഇതിൻ്റെ പേര്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണെന്ന് പറയാൻ പാടില്ല. ബയോട്ടാനിക്സ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ
കരാട്ടിൻ്റെ പേരാട്ടെ പറഞ്ഞേ, നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നതാണോ? ഏത് കരാട്ടിനും ഏത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂലെന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് ഏറ്റവും നല്ല അവർ പറഞ്ഞേക്കണേ ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം, 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെ ആണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോടാനിക്സ് എന്നുള്ള പേര് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിൽ നാനോപ്ലാസ്റ്റിയേനേക്കാളും അപ്ഡേറ്റ് ആണ്. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പക്ഷേ ലാഭം കൂടുതൽ ഹെയർ ലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇതിവിടെ ചെയ്യുമ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയത് ഇറങ്ങി, അതിലും നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ പറഞ്ഞു പൊട്ടിയ മുടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാ. പക്ഷെ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കിടെ D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു. അനുസരണയില്ല, ഒറ്റയാണ്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ്റെ ഒക്കെ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളറിയണില്ലോ എന്നാ പറഞ്ഞത്, എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ട് പോരെ. ശരി എന്നാൽ ഇത് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. എൻ്റെ ഫ്രണ്ടാട്ടോ വീഡിയോ പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചേക്കണം. പേരൊന്നും പറയണ്ട. അപ്പോൾ പിന്നെ അറിയില്ലോ. പണ്ട് ഇങ്ങനെ ഈ കൊച്ചിനെ പേരറിയാണ്ട് വരുവാ. വളരെ തിക്കായിട്ട് എപ്പോഴും തിക്ക് മുടിയാട്ടോ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ കോളേജ് ബ്യൂട്ടി ആട്ടോ. മുഖം കാണിക്കാനുള്ള അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യം, മുഖം കാണിക്കാൻ എപ്പോഴും സുന്ദരിക്കോതെ മോളെയൊക്കെ കെട്ടിച്ച് കൊച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ കണ്ട ഈ മുടിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വല്ലൊരു കല്യാണം ആലോചിച്ചു തോന്നുന്നു എനിക്ക് വേണ്ടി. പിന്നെ ആകെ പ്രോബ്ലം കൂടി നമുക്കൊരു പ്രായമാകുമ്പോൾ പൊട്ടൂലേ. അപ്പോൾ നാനോപ്ലാസ്റ്റി ചെയ്യാന്നുള്ളതാണ്. വേറെ ഈ മുടി അതിമനോഹരമാണ്, തിക്കുണ്ട്. പക്ഷെ ഒരു ഇതാകുമ്പോൾ നമുക്കുടെ മുടി പല്ല് പൊട്ടും, ക്യാപ്പിടുന്ന പോലെ തന്നെ മുടി പൊട്ടണം, അത്ര മാത്രം. അതിന് നാനോപ്ലാസ്റ്റി ചെയ്ത് നമുക്കിങ്ങനെ പൂടമുടിയൊക്കെ വരുമ്പോൾ നമുക്കുടെ സ്റ്റൈൽ മാറും. ഇനി സ്റ്റൈൽ മന്നത്തിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയല്ലേ, മക്കൾക്കൊരു പ്രായമാകുമ്പോഴല്ലേ നമ്മൾ സ്റ്റൈൽ ചില്ലാകണേ. അപ്പം അങ്ങനെ ആകാം. ശരി എന്നാൽ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ 4 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടി നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്ത്. ആശാത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറയുക, എൻ്റെ മുടിക്ക് എനിക്ക് ഒട്ടും നിവരുണ്ട്, എനിക്ക് പഴയ ചുളിവ് വേണമെന്ന്. ഞാൻ ഒരു കരാട്ടി കഴുകി പൊക്കോളൂല്ലോ. അടിയൊക്കെ വടി പോലെ കിടക്കുന്നത് യേശുവിൻ്റെ കൃപയാൽ അടിയിലൊക്കെ ഒരു നാച്ചുറൽ ലുക്കിൽ ഒരു ചെറിയ വളവുണ്ട്. ആശാത്തിക്ക് ചെയ്ത് പകുതി കഴിയുമ്പോൾ പറയാ, അയ്യോ എൻ്റെ ഒത്തിരി നിവരരുത് കേട്ടോ. അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കിലാണ് വന്നേക്കണം. അതെ പിന്നെ മുടിക്കൊക്കെ ഉള്ളുള്ള മുടിയാട്ടോ, നല്ല ഭംഗിയിൽ കിടക്കണുണ്ടോ. അതെ ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ 40 മാഷാട്ടോ കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ കഴുകി പോവും, വാഷ് ഔട്ട് ആട്ടോ. ഇതിന് ഇങ്ങനെ മുടിക്ക് ചേഞ്ച് വരത്തില്ല. ഇതൊരു കവറിങ്ങാണ്. ഓരോ വാഷിനും ഇങ്ങനെ കഴുകി പോവും. പക്ഷെ കളർ ചെയ്യണം. മുടിക്ക് ഫ്രസി ഹെയറിനൊക്കെ മുടി ഒത്തിരി സോഫ്റ്റായി, ഭയങ്കര സോഫ്റ്റായി. ഇങ്ങനെ ഇനി പിടിച്ചാൽ മതി. ഇനി ഷാമ്പും ഇതും സിറോക്കെ കൂടെ യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഒഴുകി കിടന്നോളും. മുടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കരാട്ടിൻ ചെയ്താൽ മുടി ഇങ്ങനെ ഒഴുകി കിടക്കും. അപ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് എല്ലാം മാറുമ്പോൾ തന്നെ മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ കൈവറിൽ എപ്പോഴും ഇങ്ങനെ മുടിയായിരിക്കും. നമുക്കതൊരു പിന്നെ തലേന്ന് കൈയെടുത്താൽ തോന്നുന്നില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അതൊരു ഭയങ്കര രസമായിട്ട് കിടക്കും. അടിപൊളിയല്ലേ നോക്കി. യേശുവിൻ്റെ കൃപയ പരസ്യത്തിന് വല്ലണ മുടിയായില്ലേ നോക്കിയേ. വേണ്ട സൂപ്പറായില്ലേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, ഇന്ന് പറഞ്ഞാൽ കാരണം ആദ്യമായിട്ടാണ് ചെയ്യട്ടെ. ഇഷ്ടപ്പെട്ടു എന്നാ പക്ഷെ പറഞ്ഞേ. പക്ഷേ ചുളിവ് നിവർന്നേന്ന് പറഞ്ഞ പണ്ടൊരു കൊച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഹെയർ ലാക്സിങ്ങാ. പിറ്റേ ദിവസം വന്നേക്കുവാ എൻ്റെ മുടി ചുരുട്ടി താങ്ങും പറഞ്ഞു. പിന്നെ ചുറ്റാൻ പറ്റുമോ? ഇത് പിന്നെ കുറേ കഴിയുമ്പോൾ നോർമലാവും.
എന്നിട്ട് പിന്നെ ഇപ്പം അത് അമേരിക്കയിലാട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആശാത്തി എപ്പോഴും സ്ട്രേറ്റൻ ചെയ്തുകൊണ്ട് നടക്കും കേട്ടോ. അമ്മ നൂല് കൊടുക്കുമെന്ന് കണ്ടിട്ട് ഈ ചുരുണ്ട പൊടി ഇങ്ങനെ ഇരുന്നപ്പോൾ നിവർന്നപ്പേ അമ്മ കാര്യം എനിക്ക് ചുരുട്ടി തന്നെ പറഞ്ഞു വന്ന പോലെ ആശാത്തി എനിക്ക് ചുരുക്കണമെന്ന് വെറുതെ പറഞ്ഞ ആളാണേ. അപ്പോൾ ശരി എന്നാൽ ഈ മുടി ഹെയർ മേക്ക് ഓവറിന് വന്നതാണേ. അപ്പം ഈ കൊച്ചിനെ വിത്തൗട്ട് കെമിക്കൽ നാനോപ്ലാസ്റ്റിയ ചെയ്യണേ. കരാട്ടിൻ്റെ നിങ്ങളെല്ലാവരും പറയും ഞങ്ങൾ പോയി കരാട്ടിനെ ചെയ്ത് എന്നിട്ട് മുടിയൊക്കെ പ്രസിയായി പൊട്ടയായി. ഞങ്ങൾ പല പല കരാട്ടും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങൾ നോക്കുക. കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ് നാനോപ്ലാസ്റ്റിയ. നാനോപ്ലാസ്റ്റിയ ചെയ്യുമ്പോൾ നിങ്ങളെ ചേഞ്ച് ഫീൽ ചെയ്യും. ഞാൻ എല്ലാ കരാട്ടിനും ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന, കരാട്ടെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇവിടെ കരാട്ടിനും ചെയ്തുകൊണ്ടിരുന്ന മുടിയിൽ. പക്ഷെ നാനോപ്ലാസ്റ്റിയയുടെ അത്രയും എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടത്, അത് ഒരു ഭയങ്കര നല്ല റിസൾട്ട് അതിനുണ്ട്. ഇത് കൂടിയത് നല്ലത് വരില്ലേ എന്ന് വെച്ചാൽ പിന്നെ വരില്ലേ, അത് അന്നേരം ഇപ്പം നിലവിലില്ല. അപ്പം ഇപ്പം ഏറ്റവും നല്ലത് എൻ്റെ നോട്ടത്തിൽ നാനോപ്ലാസ്റ്റിയ. അപ്പം അത് ചെയ്യുമ്പോൾ ഈ മുടി ഇപ്പം കണ്ടിട്ട് വലിയ ഭംഗിയൊന്നുമില്ലല്ലോ മുടി കണ്ടിട്ട്. അപ്പോൾ ഇതിന് യേശുവിൻ്റെ കൃപയാൽ ഭംഗി വെക്കുന്ന കാഴ്ച കണ്ടോട്ടോ. 4 മണിക്കൂർ കഴിയുമ്പോൾ പരസ്യത്തിന് വരണ പോലെയാവും ഈ മുടി. മുഖമൊന്നും ആരും കാണിക്കൂല, നല്ല ഗ്ലാമറുള്ള ആൾക്കാരാട്ടോ. അപ്പൊ എന്റെ മുഖം നിങ്ങൾ കണ്ടോണ്ടിരുന്നാൽ മതി, അല്ലാണ്ട് എന്താ ചെയ്യണ്ട. അപ്പൊ ശരി എന്നാ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടി കണ്ടോ. ഇപ്പൊ ആ മുടി ആടോ നോക്കിക്കേ. തൊട്ടാലിങ്ങനെ അല്ലേലും വലിയ ഡ്രൈനെസ് ഇല്ലായിരുന്നു ഈ ഹെയറിന്. പക്ഷെ ഈ അടി വളഞ്ഞ് കയറി അതൊക്കെ മാറി. പക്ഷെ നാനോപ്ലാസ്റ്റി ആട്ടോ ചെയ്തേക്കണ. കരാട്ടിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരാട്ടോ നാനോപ്ലാസ്റ്റിയ. അപ്പം ഇതിന് 4-5 മാസം കഴിയുമ്പോൾ നമുക്ക് റീ അടിക്കണം. ഞാൻ പറഞ്ഞില്ലേ നാളെ ഫിലിപ്പീൻസ് ആ കൊച്ചു വന്നപ്പോൾ പറഞ്ഞു 6 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ഹെയറിൽ പിടിക്കണം. എൻ്റെ അമ്മ കെട്ടാനും പറ്റൂല, പിടിച്ചാൽ താഴ്പോവും. എൻ്റെ അമ്മ എന്ത് പാടുപെട്ടോ. 6 മാസം കൂടുമ്പോൾ അവരെല്ലാവരും കരാട്ടിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കിടെ ഇപ്പം അപ്ഡേറ്റ് സാധനമാണ്. അവരെല്ലാം അങ്ങനെ മുടിയ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ഇനി നമ്മുടെ നാട്ടിലും എല്ലാം അങ്ങനെയാകും. മുടിയൊക്കെ നമ്മളിങ്ങനെ പണ്ട് പരസ്യത്തിലൊക്കെ അല്ലേ ഇങ്ങനെ കാണുള്ളൂ, തൊട്ട ഇങ്ങനെ ഒഴുകി കിടക്കണതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലായിരുന്നോ. നമ്മളെ എണ്ണയൊക്കെ തേച്ച് കിടക്കുമ്പോൾ കുറച്ചൊന്ന് എണ്ണ കുഴഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നോക്കിക്ക് എന്ത് ഭംഗിയാണ്. ഇതിപ്പോൾ മുടിയില്ലെന്ന് പറയും, ഇത്ര മുടിയൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളവർക്കുള്ളൂ. ആ മുടിയൊക്കെ എന്ത് ഭംഗിയാണ്. ഇനി ഇത് എല്ലാം ഷാമ്പൂ, സ്പായ, സിറം ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സൂപ്പർ ഹിറ്റ് ആയിക്കോളും. അടിപൊളി ഇതായിക്കോളും, സംഭവമായിക്കോളും. അപ്പം ഇഷ്ടപ്പെട്ട മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞേ. വലിയൊരു ബിസിനസ് വുമൻ്റെയാണ് ചെയ്തത്. പക്ഷെ ആരാന്ന് പറയണ്ടെന്ന് പോയി. അങ്ങനെ ഒരു ഭാഗ്യ ശുഭ്രം തന്നു. അപ്പോൾ കണ്ടോ, അതീവ മനോഹരമായിട്ട് സൂപ്പർ സംഭവം. ശരി.